എന്തൊക്കെയായിരുന്നു മലക്കറി വാങ്ങിക്കാൻ പോയ യുവാവ് മരിച്ചു. അതെങ്ങനെ മരിച്ചു? കൂടെ തന്നെ പോയി കട്ടുച്ചയ്ക്ക് എടുത്ത് വാങ്ങിക്കും. മനുഷ്യനെ കുറിച്ച് മലക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന മലക്കറി എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഉള്ളി, പിന്നെ വെണ്ടയ്ക്ക, പിന്നെ വേണം ബീൻസ്, പിന്നെ മറ്റേ പഞ്ചസാര വേണം കേട്ടോ. ഇന്ന് ചായയുടെ പഞ്ചസാര ഇല്ല. നാളെ തേയിലപ്പൊടി വാങ്ങിക്കണം, തക്കാളി വാങ്ങിക്കണം, ഉള്ളിവട വാങ്ങിക്കാൻ കുറച്ച് സോസും കൂടെ കൊണ്ടുവരണേ. ഞാൻ മൂത്തവനെ കൂടെ വിളിച്ചുകൊണ്ട് പോയി വാങ്ങിച്ചിട്ട് വരാം. അതിനാളേന്നല്ലേ വാങ്ങിച്ചോണ്ട് വരാം. നിക്കില്ലേ, ഇറങ്ങടാ, നമുക്കൊന്ന് പോവാം. സ്ഥലം വരെ പോകാനുണ്ടേ. വാ. കൊള്ളാം, നല്ല ആളെന്നെ വിളിച്ചോണ്ട് പോണേ. അവനെ വിളിച്ചോണ്ട് പോകണ്ടേ? ഞാൻ അവനെ വിളിച്ചോണ്ട് പോയിക്കോളാം. അതിനകത്ത് പോയിക്കോ. പിന്നെ അവള് മലക്കറിയാണ് വാങ്ങിക്കാൻ പറഞ്ഞത്. അങ്ങനെ ഒന്നും വാങ്ങിക്കണമെന്ന് പറയുന്നത്. എന്നൊക്കെ എന്തോന്ന് എന്നൊക്കെ ലോലിപ്പോപ്പല്ലേ, 25 വയസ്സിൻ്റെ പ്രായം. ഒരു പെണ്ണിനെ കൂടി നോക്കട്ടെ. 25 വയസ്സുണ്ട്. ഹലോ ചേച്ചി, എനിക്ക് പണ്ടേട്ടാ വരോ? പറഞ്ഞു ഓക്കെ, നോക്കിത്തരാം. എടേ നീലേ, നീ ഒന്ന് പോയേ വാങ്ങിച്ചാ. എനിക്ക് നടക്കാൻ വയ്യടാ. നീ പോയി വാങ്ങിച്ചിട്ടാ. ചേട്ടാ, ഈ ലിസ്റ്റുള്ള സാധനം എടുക്കണേ. ആ ശരി, നീ താ. ആ പിടി. കൊച്ചിരിക്കുന്നത് മോനെ. ഈ രാഘവൻ ദാസ് എവിടെ അറിയാമോ നിനക്ക്? രാഘവൻ ദാസും ഇല്ലേ? ഇവിടെ ഒരു രാഘവനേ ഉള്ളു. അതാണ് അച്ഛൻ. നീ അച്ഛനെ വിളിച്ചത്? ആണ് ഞാൻ അച്ഛനെ വിളിക്കാം. അച്ഛാ, എന്താ പോലെ കൂട്ടോടി. എന്താ മോനെ അന്വേഷ? പറ എന്താ? എടോ, ഞാൻ രാഘവൻ ദാസ്. ഞാൻ തീ രാഘവനാണ്. കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ഒരുത്തങ്ങുന്നു രാഘവൻ ദാസ്. പറയണ്ട, നമ്മൾ പോണേ. നമ്മളില്ല ആടാ. അച്ഛൻ അനക്ക് നമ്മൾ പട്ടിയൊന്നും എനിക്ക് പട്ടിയായിട്ട് നീ എല്ലാവരും ഉള്ള. നീ വന്ന് വാങ്ങിച്ചോ. ശരി, അനിയത്തി വാങ്ങുന്നു. ആ പൈസ നമുക്ക് വണ്ടി വാങ്ങിക്കാം. അത് മതി. ഉറപ്പിച്ച് രാഘവൻ ദാസ് തന്നെ അവൻ്റെ വീട്ടിൽ പോയി നോക്കാം. മലക്കറി എവിടെ? ഇവിടെ കയ്യിൽ മലക്കറി ഒന്നുമില്ലല്ലോ. എവിടെയാടാ മലക്കറി? എവിടെയാടാ മലക്കറി ഇല്ലേ? വാങ്ങിക്കാൻ വിട്ടോ, എത്രേ ഉള്ളൂ. നീ കുറച്ച് നാളെ വാങ്ങിച്ചു തരാം. അപ്പൊ പിന്നെ ഇന്ന് നിങ്ങൾക്ക് ചോറും കറിയും വെച്ചേരാം, നാളെ ഞാൻ ചോറും കറിയും വെച്ചു. ഓ ശരി, നീ പോ. പണിയില്ല. പിന്നെ പൈസ എവിടെ പോയി? പൈസ നമ്മൾ മന്തിച്ച് വായിച്ചു. ആരുമില്ല. ഒരു കാര്യം ചെയ്യാം. അകത്തേറെ വെക്കാം. ആദ്യം ഒരു മക്കളെയും അമ്മയും കൊല്ലാം. പിന്നെ അവനെ ഇടിച്ച് പരത്തി ബോസിനെ കൊടുക്കാം. ഇത് തന്നെ പറ്റ സമയം. ഇവളങ്ങ് തട്ടിക്കളഞ്ഞിട്ട് എന്നടാ മോനെ, നീ ഉണങ്ങിക്കഴിഞ്ഞാ നമുക്കങ്ങ് തുടങ്ങാൻ പരിപാടി. എൻ്റെ വീട്ടിൽ കയറി പണിയാണെങ്കിൽ താഴെ പറഞ്ഞ കഴിഞ്ഞ വട്ടം ഇതേപോലെ തൊടുത്ത വന്നതാ ഈ രാഘവൻ. അവനെ തട്ടിയതാ. നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറ. മാസത്തിന് ഓപ്പണായി തരാം. എന്താടാ പറയണ? എന്നെ കൊല്ലൊന്നും പറഞ്ഞില്ലേ?
എങ്ങനെയാടാ നീ എന്നെ കൊല്ലാൻ പോണേ? ആരടാ നിന്നെ ഇവിടെ അയച്ച? പറയൂല ഞാൻ. പറയില്ല? ഇല്ല. ഈ രാഘവൻദാസ് നീ കേട്ടിട്ടല്ലേ ഉള്ളൂ? ഇല്ല, കണ്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ടിട്ടുണ്ടല്ലോ. അയാളുടെ സ്വഭാവം നിനക്കറിയില്ല. സ്വഭാവം കാണിച്ചു തരാം. ആരയച്ചു ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. നീ ഇപ്പൊ പറയൂല ആരാ നിന്നെ അയച്ചെന്ന്. ഇല്ല, എൻ്റെ കൈ അയച്ചു മാറ്റി ഞാൻ പറഞ്ഞു തരാം. നിന്നെ നീ പറയടാ. എന്നെ അയച്ചത് അവനെ മറന്നിട്ടോ. രാഘവദാസായിരുന്നു. ഞാൻ രാഘവദാസല്ല. പിന്നെ അത് തീരാകാനായിരിക്കല്ലേ? നിന്നെ കൊല്ലടുത്ത് മക്കളെ മുമ്പ് വെച്ച് കൊല്ലുന്നു. നിനക്ക് തോന്നിട്ടിട്ടാണ് ഞാൻ ഉദ്ദേശിച്ച രാഘവൻദാസായിരിക്കും. ഞാണല്ലോ. ഞാൻ കൊല്ലാൻ സമയം ഞാൻ കത്തിയുടെ ഒരു കൈ നിന്റെ കഴുത്ത് പിടിച്ച എന്നെ അങ്ങ് കൊന്നു കളയുന്ന. നിന്റെ ബോസിന്റെ 1000 പേരിനെ കൊല്ലാൻ തീരുമാനിച്ചെടുത്തവനാണ് ഞാൻ. അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്നെ നീ അങ്ങനെ അങ്ങ് കൊല്ലാന്ന് വിചാരിച്ചാലേ അത് നടക്കണ കേസല്ല. ഞാൻ കഥ പറയാം. എന്തിനാണ് ഇങ്ങോട്ട് വന്നേന്ന് കേട്ടോടാ. തോമസിന്റെ ആളെ പറയട്ടോടാ. പറയാടാ, നീ അത് കേക്ക്. എന്നിട്ട് നീ അടങ്ങണം. ആരോട്ട് പോണം? വർഷം 1986. നീ പറയണമെന്ന് കേക്ക്. വർഷം 1986. ഞാൻ നിന്റെ ആള് നീ പറയൂല. പറയും. അവന്റെ പേരെന്താ? പറയണം. പറ. കുടുംബമൊക്കെ എനിക്ക് കുടുംബമുണ്ടെന്ന് പറഞ്ഞ് നീ കുടുംബം മാറ്റി തരുമോ? പറയടാ. ഇല്ലെങ്കിൽ എനിക്കറിഞ്ഞാലോ. തോമസ് അല്ലേ? അല്ല. തോമസ് അല്ലേ? അല്ല. തോമസ് അല്ലേ? ശരിക്കും പറയാം, അവൻ തന്നെ. തോമസ് ആയെന്ന് പറയാം. ഞാൻ അവൻ ലഹരി കച്ചവടം ചെയ്യണവൻ. അവനെ തടയാൻ ഞാൻ കൊൽക്കട്ടയെന്ന് എൻ്റെ ആൾക്കാരെ ഞാൻ പൊക്കി. എൻ്റെ ചേട്ടനുണ്ട്. ചേട്ടനല്ല, എൻ്റെ അടുത്ത കൂട്ടുകാരൻ. അവൻ്റെ ലഹരിയൊക്കെ പൊക്കി ഞാൻ പോലീസിൻ്റെ അയച്ചു കൊടുത്തു. അതിന് വേണ്ടി അതുകൊണ്ട് നമ്മൾ പാട്ടുണ്ടാക്കി. അതിൽ എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു. ഇങ്ങോട്ട് കേൾക്ക്. എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു. അന്ന് അവൻ തോമസ് അതിൻ്റെ ദേശത്തിൽ എൻ്റെ കൂട്ടുകാരനെ കൊന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ അവസാനമായിട്ട് പറഞ്ഞ വാക്ക്, നീ രക്ഷപ്പെട്, എന്തു വന്നാലും തിരിച്ച് കൊൽക്കത്തയിൽ വരില്ലെന്ന്. എൻ്റെ ഭാര്യ മക്കളെ ഒന്നും ചിന്തിച്ചില്ല. അവൻ എന്നെ കൊല്ലാനുള്ള ആൾക്കാരെ അയച്ചുകൊണ്ടിരിക്കുക. നേരത്തെ വന്ന അപ്പൂപ്പനും ഇപ്പൊ ഇവനും. എണീക്കടാ, നിന്റെ അന്ത്യ ആയടാ. തല്ലി തോപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ തല്ലി തോപ്പിക്കടാ. നീ ചെയ്ത് തോപ്പിക്കടാ. പിടിച്ചുള്ള പാരമ്പര്യമേ ഈ രാഘവൻദാസിനില്ല.
എന്താടാ പേടിച്ചു വേണം നീ? പേടിച്ചു ഞാൻ കുറച്ച് പേടിയാണ്. വേണ്ട വേണ്ട ഇനി എത്ര പേര് വന്നാലും എത്ര പേരിനെ കൊല്ലാൻ നോക്കിയാലും എല്ലാത്തിനും അത് തന്നെ. ഇനി എൻ്റെ ബോഡി ഡിസ്പോസ് ചെയ്യണം. അവിടുത്തെ എല്ലാം പറയണം. എൻ്റെ ഫോണിലിടുന്നു. ഹലോ ഹലോ രാഘവൻദാസിനെ കൊല്ലാൻ അയച്ചവനല്ലേ തോമസേ? അവരെ തട്ടിയടാ. പിന്നെ നീ നേരിട്ട് വരും പിന്നെ തട്ട് പിടിക്കാൻ നിനക്ക് പറ്റൂല. ഇപ്പൊ സംഭവിച്ചിട്ട് എന്നെ പിടിക്കാൻ നോക്കിയ ഉള്ളവനെയൊക്കെ കൊണ്ട് സമാധാനത്തിൽ കിടക്കാം. നീ എല്ലാം എന്താ നീ എന്തോ എന്തോ മക്കളെ പോയി അടിച്ചു അടി. ഞാൻ വിചാരിച്ച് രാഘവൻദാസ് ഇത് ഇത്രേ ഉള്ളൂ. ഇനി തോമസിനെ കൊല്ലാൻ കുറച്ച് നാളും കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. കുറച്ച് നാളല്ലേ, കുറച്ച് മാസം. എൻ്റെ നമ്മൾ കാണാം. ഓക്കെ, സീ യു സൂൺ.